ഹായ് ഹലോ ഓണ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഓണത്തപ്പനയും അതുപോലെ തന്നെ ഈ ഒരു ഓണപ്പൊട്ടിനെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാർഡ്ബോർഡ് ബോക്സസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓണത്തപ്പന എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ നിന്നും ഒരേ സൈസിലുള്ള 4 കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മെഷർമെൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു പീസിൻ്റെ 3 സൈഡ് കറക്റ്റ് ലെവലാക്കി എടുക്കുക. എന്നിട്ട് ഒരു 8.5 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ മാത്രമല്ല, കറക്റ്റ് മെഷർ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലേക്കും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ കറക്റ്റ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു 8.5യുടെ കറക്റ്റ് സെൻറ്റർ പോയിന്റ് കണക്കാക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് ഈ ഒരു കോൺ ഷേപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓണത്തപ്പൻ്റെ ഒരു പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 4 പാർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ബാക്കി 3 പീസസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 പീസിൻ്റെ അറ്റഭാഗങ്ങൾ നമുക്കില്ല കേട്ടോ. ആക്ച്വലി നമുക്ക് ആ ഒരു അറ്റഭാഗങ്ങൾ വേണ്ട. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 4 പീസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മാസ്കിംഗ് ടേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഒരു കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി പകുതി ഭാഗം ഇതുപോലെ മറ്റേ കാർഡ്ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണം വീതമാണ് ഇതുപോലെ ഞാൻ സ്റ്റിക്ക് ചെയ്തത്. കണ്ടില്ലേ? അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഈ രണ്ടാമത്തെ സെക്ഷനിലും 2 കാർഡ്ബോർഡ് വീതം ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും ഗ്യാപ്പ് വരാത്ത വിധത്തിൽ വേണം ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി സ്റ്റിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഭാഗം നമുക്ക് ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് മാസ്കിംഗ് ടേപ്പ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മറുഭാഗം ഇതുപോലെ കറക്റ്റ് ആ ഒരു ലെവലിൽ വെച്ചിട്ട് വേണം നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി സെക്യൂർ ആകാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ 4ാമത്തെ ഭാഗം ഒട്ടിക്കുന്ന ടൈമിലും അവിടെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്നും കൂടി സെക്യൂർ ആക്കി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓണത്തപ്പൻ്റെ താഴെ പോർഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പീസ് ആവശ്യമുണ്ട്. അത് കറക്റ്റ് മെഷർ ചെയ്ത് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ കളർ വന്ന പോർഷൻ ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഓണത്തപ്പനൂടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് 2 കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഫസ്റ്റത്തിൻ്റെ അളവ് വരുന്നത് 8.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തേൻ്റെ അളവ് വരുന്നത് ഒരു 7.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇത് സെൻറ്ററിൽ വരുന്ന ഓണത്തപ്പനാണ്. അപ്പോൾ ജസ്റ്റ് മെഷർമെൻറ്റ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഫസ്റ്റത്തെ ഓണത്തപ്പൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ഇനി ഈ ഒരു 7 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്റർ കണക്കാക്കി മുകളിൽ നിന്ന് താഴേക്ക് ഈ ഒരു കോൺ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അളവിൽ ബാക്കി 3 കൂടി കട്ട് ചെയ്തെടുക്കണം. ഈ 4 കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം മുകളിൽ നിൽക്കുന്ന ആ ഒരു കോർണർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയെല്ലാം സെയിം പ്രോസസ്സ്. ഇനി 6.5 സെൻറ്റിമീറ്ററിൽ ഏറ്റവും ചെറിയ ഓണത്തപ്പന നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 6.5 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മുകളിൽ എത്ര ഹൈറ്റാണ് വേണ്ടത് ആ ഒരു ഹൈറ്റിൽ നിന്നും സെൻറ്റർ പോയിൻറ്റ് കണക്കാക്കാം. 6.5യുടെ സെൻറ്റർ പോയിൻറ്റ് കണക്കാക്കി മുകളിൽ നിന്ന് താഴേക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഓണത്തപ്പന്മാരുടെ ഹൈറ്റിലും ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങളെടുക്കുന്ന നീളത്തിനനുസരിച്ച് നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഈ ഒരു ഓണത്തപ്പൻ്റെ മുകൾ പോർഷൻ അത്ര നീറ്റായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മാസ്കിംഗ് ടേപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിലേക്ക് സ്റ്റിക്ക് ആവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പെൻസിലോ സ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ഓണത്തപ്പൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയും കൂടി ഒന്ന് ആ ഒരു പെർഫെക്റ്റ് ലുക്ക് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പ് 4 സൈഡിലും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കളർ ചെയ്യാനായിട്ട് എൻ്റെ മോനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇത് ലാസ്റ്റ് ടൈമിൽ വന്നൊരു വർക്കായിരുന്നു മോൻ്റെ സ്കൂളിലേക്ക്. അപ്പോൾ അവൻ ആക്ച്വലി എൻ്റെ അടുത്ത് ഒരു ഓണത്തപ്പം മാത്രമെന്ന് പറഞ്ഞത്. പക്ഷേ ലാസ്റ്റാണ് പറഞ്ഞത് 3 ഓണത്തപ്പം വേണം, പിന്നെ ഒരു ഓണപ്പൊട്ടനെയും കൂടി ഡ്രോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടൈം ഉണ്ടായില്ല. പിന്നെ എനിക്കും വയ്യായിരുന്നു, കുഞ്ഞിപ്പെണ്ണിനും വയ്യായിരുന്നു. പിന്നെ ഞങ്ങളുടെ കറണ്ട് പോയി, ഇൻവെർട്ടറിലെ ചാർജ് തീർന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അപ്പോൾ വെളുപ്പിനൊരു 3 മണിക്കൊക്കെ എണീറ്റ് വന്നിട്ടാണ് ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ചെയ്തത്. പിന്നെ മോനൊരു 5:30 എണീറ്റിട്ട് എന്നെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അവൻ തന്നെയാണ് ഈ ഒരു ഓണത്തപ്പന് 3 പെയിൻറ്റ് ചെയ്തത്. പിന്നെ ആ ഒരു സെൻറ്ററിൽ കണ്ടില്ലേ, അത് ഒന്ന് ഞാൻ പെയിൻറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാം അവൻ പെയിൻറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തു. ഇനി ഈ ഒരു ഓണത്തപ്പനിൽ ഇതുപോലൊരു കോലം ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യണത്. കോലം എന്നാണ് പറയണതെന്ന് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അത് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഓണത്തപ്പൻ്റെ പരിപാടി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു സ്കൂളിൽ പോണ ടൈമിലാട്ടോ ഈ ഒരു 2 വർക്ക് ഞാൻ ചെയ്ത് കൊടുത്തു വിടുന്നത്. ഭയങ്കര ടെൻഷനായിട്ട് എൻ്റെ കൈ പോലും വരക്കാറുണ്ട് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ വരയ്ക്കുന്ന ടൈമിൽ. എന്താണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 3 ഓണത്തപ്പൻ എന്തേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്, അത്ര വലിയ രീതിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഓണപ്പൊട്ടിനെ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്, കളർ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു പിക്ചർ എടുത്തിട്ട് ഇതുപോലൊരു ലൈറ്റായിട്ടൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഫീച്ചേഴ്സൊക്കെ ഉള്ളിൽ വരച്ചു കൊടുത്തത്. കാരണം ഇതിൽ ആ ഒരു ഫേസിൽ കണ്ണ് മൂക്ക് വരുന്നുണ്ട്, പക്ഷേ ലിപ്സ് ഒന്നും കാണുന്നുണ്ടായില്ല കേട്ടോ. ലിപ്സിൽ വരുന്ന ഭാഗത്ത് ഈ ഒരു എന്തോ ഒരു എന്താ പറയുക, ഒരു മാസ്ക് പോലൊരു സംഭവം, താടിയൊക്കെ പോലൊരു സംഭവമാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് അത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ അറിവുമില്ല. ഞാൻ ഫസ്റ്റ് ഈ ഒരു ഓണപ്പൊട്ടൻ എന്നുള്ളൊരു സംഭവം കേൾക്കുന്നത് തന്നെ കുട്ടികളുടെ കളിക്കുടുക്കിയെന്നാണ്. പിന്നീട് ഇപ്പോൾ മോൻ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മാം പറഞ്ഞു ഓണപ്പൊട്ടനെ വരച്ച് അത് കളർ ചെയ്തൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നത് പോലും. അപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയൊരു പിക്ചറാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ലൈറ്റായിട്ട് വരച്ചെടുത്തു. അതിന് ശേഷം ഇതുപോലെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡാർക്കൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്തിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ഡ്രോയിങ്സിലും എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ കളറിംഗ് ആണ്. പണ്ടൊക്കെ ചെയ്യുന്ന ടൈമിൽ എനിക്ക് സ്കെച്ച് തന്നെ വേണമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ, വാട്ടർ കളറിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തുള്ള നമ്മളൊരു ക്യാരക്ടറിനെയൊക്കെ വരയ്ക്കുന്ന ടൈമിൽ ആ ഒരു നമ്മുടെ ഫേസിൻ്റെ കളറൊക്കെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കളർ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എക്സ്ട്രാ കളർ മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. പിന്നെ നമുക്ക് ഏതെങ്കിലും കളറായിട്ട് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും ഈസി ആയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വാട്ടർ കളറൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഔട്ട്ലൈൻ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ സ്കെച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഒരു കളർ എടുക്കുന്ന ടൈമിൽ ആ കളർ ഏതൊക്കെ ഭാഗത്താണോ വരുന്നത് അതെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്രഷ് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു താഴേക്ക് ഡ്രസ്സിൻ്റെ പോർഷൻ വരുന്നുണ്ടല്ലോ, ആ ഒരു ഡ്രസ്സിൻ്റെ പോർഷൻ വരുന്ന ഭാഗത്തേക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു താടി പോലെ വരുന്ന ഭാഗത്ത് ഞാൻ റെഡ് കളർ കുറച്ചൊന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം യെല്ലോ കളർ യൂസ് ചെയ്തിട്ട്, ലെമൺ യെല്ലോ കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ലെമൺ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതേ ഒരു താഴെ പോർഷനും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സഞ്ചിയുടെ പോർഷനും ഞാൻ ഈ ഒരു സെയിം കളറാണ് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ മിക്സിങ് വരുന്നുണ്ട്, കളർ ബ്ലെൻഡിങ് ആണ്. ഇനി നമ്മുടെ കുട ഒന്ന് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആദ്യം കുറച്ച് മാത്രമാണ് ആ ഒരു താടി വരുന്ന പോർഷൻ കൊടുത്തിട്ടുണ്ടായുള്ളൂ. പിന്നൊരു പിക്ചർ നോക്കിയപ്പോഴാണ് ആ ഒരു കൈയുടെ പോർഷൻ വരെ ഏകദേശം ഇത് വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടിയും കളേഴ്സ് ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു ഭാഗം ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇടാനും, പിന്നെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷനിലൊരു തോർത്ത് പോലൊരു സംഭവം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കട്ടിയുള്ളൊരു പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഡ്രൈ ആയതിനു ശേഷം മാത്രം ബ്ലാക്ക് കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഫൈനലി ഈ ഒരു പേപ്പറിൽ നിന്നും കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു സംഭവം മറന്നു കേട്ടോ. നമ്മുടെ കുടയുടെ താഴെ കുരുത്തോല തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു ലൈറ്റ് കളർ പച്ചയും കൂടി ആഡ് ചെയ്യണമായിരുന്നു. പക്ഷേ മോൻ ധൃതി പിടിച്ചതുകൊണ്ട് ബസ് വരും എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. സോ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു കാര്യം വിട്ടുപോയി. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യാണ്, തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എനിവേ എല്ലാവർക്കും ഈ ഒരു ഓണത്തപ്പനെയും ഈ ഒരു ഓണപ്പൊട്ടനെയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.